നമസ്കാരം. വീര സവർക്കർ എന്ന് കേൾക്കുമ്പോഴേക്കും മലയാളിയുടെ മനസ്സിലേക്ക് ഒരു ചെരുപ്പ് നക്കിയുടെ ചിത്രം പതിപ്പിച്ചു നൽകിയ ദുഷ്ട സമൂഹമാണ് ഈ മലയാള സമൂഹം, കേരള സമൂഹം എന്ന് പറയേണ്ടതുണ്ട്. കാരണം 6 വയസ്സുകാരിയെ ഭോഗിച്ചവനും അതല്ലെങ്കിൽ 13,000-ലധികം വരുന്ന ഹൈന്ദവരെയും ക്രൈസ്തവരെയും വെട്ടിക്കൂട്ടിയവനുമൊക്കെ നേതാവായിട്ടുള്ള, ധീര പോരാളിയായിട്ടുള്ള, ദൈവമായിട്ടുള്ള വർഗങ്ങൾക്ക് അത് സംഭവിച്ചില്ലെങ്കിലേ, അതല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും പറയാൻ മറ്റൊരു കാരണവുമല്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ 9 മണിക്ക് വീര സവർക്കറുടെ ഒരു പരമ്പര നമ്മുടെ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട്. അത് ആ പരമ്പര കൈകാര്യം ചെയ്യുന്ന രാഹുൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മഹത് വ്യക്തി, അദ്ദേഹം വീര സവർക്കറെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര കൗതുക അന്വേഷി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആൻഡമാനിലുള്ള സെല്ലുലാർ ജയിൽ സന്ദർശിച്ചു. എന്താണ് സെല്ലുലാർ ജയിലിന്റെ പ്രത്യേകത എന്ന് ചരിത്രം അല്പമെങ്കിലും അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 വയസ്സുകാരിയെ ഭോഗിച്ചവനെയും 13,000-ലധികം വരുന്ന ആളുകളെ വെട്ടിക്കൂട്ടിയവനെയും ഒക്കെ ധീര പോരാളികളും ദൈവവുമായി കൊണ്ടു നടക്കുന്ന വർഗത്തിന് അത് കേട്ടാലോ കണ്ടാലോ മനസ്സിലാക്കാനാവില്ല. അവിടെ 13 വർഷമാണ് ബ്രിട്ടീഷുകാരുടെ ക്രൂര പീഡനത്തിന് വീര സവർക്കർ ഇരയായത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ചരിത്രം അറിയുന്നവർക്ക്, ഇച്ചിരിയെങ്കിലും അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ സവർക്കർ അനുഭവിച്ച ആ ഒരു ക്രൂരതകൾ ഉണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾക്കാർക്കും അങ്ങനെ എല്ലാവർക്കും ഒന്നും ആൻഡമാൻ ഈ സെല്ലുലാർ ജയിൽ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇത്രയ്ക്കും ആ സെല്ലുലാർ ജയിലിലെ ഓരോ ക്രൂരതകളും അതല്ലെങ്കിൽ ഓരോ ഭാഗവും കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെ രാഹുൽ ബാലചന്ദ്രൻ ജി നമ്മൾക്ക് കാണിച്ചു തരുന്ന ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട് എന്തായിരുന്നു സെല്ലുലാർ ജയിലെന്നും ആ സെല്ലുലാർ ജയിലിൽ വീര സവർക്കർ 13 വർഷത്തോളം അനുഭവിച്ച ആ കൊടിയ പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിങ്ങളിലേക്ക് ഇടുകയാണ് രാഹുൽ ജിയുടെ ആ വീഡിയോ കാണുക. ഈ രാഹുൽ ജി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല സമയത്തും വിങ്ങിപ്പൊട്ടുന്ന ആ അദ്ദേഹത്തിന്റെ സംസാരം പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കാരണം ചരിത്രം അറിയുന്ന, സത്യം അറിയുന്ന ഏതൊരാൾക്കും വിങ്ങിപ്പൊട്ടലോടെ അല്ലാതെ ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാണാതിരിക്കാനാവില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ മൂന്നാമതും പറയുന്നു, 6 വയസ്സുകാരിയെ ഭോഗിച്ചവനെ ദൈവമായും വീര പോരാളിയായും 13,000-ലധികം വരുന്ന ഹൈന്ദവരെ വെട്ടിക്കൂട്ടിയ ദുഷ്ടന്മാരെ നേതാവായും അതല്ലെങ്കിൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ധീര പോരാളികളായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർക്കല്ല ഈ വീഡിയോ. ധീര ദേശാഭിമാനികൾക്കാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഇത്ര കണ്ട് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയെയാണ് ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഈ മലയാള സമൂഹം, ഈ കേരള സമൂഹം അധപ്പതിച്ച ഈ ഒരു ദുഷ്ട സമൂഹം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുൽ ജിയുടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് വെക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കണ്ടു നോക്കൂ. ഞാനിപ്പം പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. ഏതാണ്ടൊരു 400 മുതൽ 700 വരെ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ എയർപോർട്ട്. പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 2002 വരെ ഇത് പോർട്ട് ബ്ലെയർ എയർപോർട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വാജ്പേയിയുടെ കാലത്താണ് ഇത് വീർ സവർക്കറിൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്തത്. ഇവിടെ നിന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. എങ്കിലും ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെടാനുള്ള കാരണം ധാരാളം ഫോറിനേഴ്സ്, ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ധാരാളം ഫോറിനേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഇമിഗ്രേഷനും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് സെല്ലുലാർ ജയിലിലേക്കാണ്. അതെന്നെ സംബന്ധിച്ചൊരു ഒരു തീർത്ഥയാത്രയാണ്. ഇത് എയർപോർട്ടിന് വെളിയിൽ തന്നെ, എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ വീർ സവർക്കറുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. എനിക്കൊന്ന് ഇതാണ് കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിൽ ആൻഡമാനിലെ. ഇത് 1896 പണിഞ്ഞു തുടങ്ങിയത്. ഏതാണ്ട് 10 കൊല്ലം എടുത്തു ഇവർക്കിത് പണിഞ്ഞു തീരാൻ. 1906 ഇതിൻ്റെ പണി കഴിഞ്ഞത്. അന്നത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഏതാണ്ട് 5 ലക്ഷം രൂപ ആണ് ഇത് മുടക്കി ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ആൻഡമാനിൽ ഈ ജയിൽ വരുന്നത് 1906 പക്ഷേ ഇവിടെ ഈ വിപ്ലവകാരികളെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത് 1857 1857 വിപ്ലവകാരികളെയാണ് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഏതാണ്ട് 733 വിപ്ലവകാരികളെ ഇവിടെ ആണ് ആദ്യം കൊണ്ടുവന്നത്. 1857 വിപ്ലവകാരികളെ. അതിലെ ഭൂരിപക്ഷം ആൾക്കാരെയും, അന്ന് കൊണ്ടുവന്ന ഭൂരിപക്ഷം ആൾക്കാരെ അവർ തൂക്കിലേറ്റി.
വളരെയധികം പേര് മലേറിയ പോലുള്ള അസുഖങ്ങൾ പിടിച്ച് മരിച്ചുപോയി. കുറേ പേര് മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചുപോയി. എങ്കിലും പക്ഷേ 1860 ഒരു ചെറിയ ജയിലും ഈ തൂക്കാനുള്ള സംവിധാനവും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 1896 ഈ ഒരു ജയിൽ ഞാൻ പറഞ്ഞ പോലെ അവർ പണി കഴിക്കാൻ ആരംഭിച്ചതും 1906 ഈ ജയിൽ പൂർണ്ണമാക്കി. ഞാൻ ഈ ജയിലിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ പോവുകയാണ്. നമ്മൾ കയറി വരുമ്പം കാണുന്ന സെല്ലുലാർ ജയിലിൻ്റെ ഉൾഭാഗമാണിത്. വളരെ വലുതാണ്, വളരെ വളരെ വലുതായ ഒരു ജയിലാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യ ജ്യോതി, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തീനാളം. ഇത് ഒരു കടാവിളക്കാണ്. ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ഭാരതമുള്ളിടത്തോളം കാലം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജയിലല്ല, ഇപ്പം ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് സെല്ലുലാർ ജയിലിൻ്റെ ഉൾഭാഗത്തെ മറ്റൊരു വ്യൂ ആണ്. ഇത് 7 ടവറുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഇപ്പം 3 എണ്ണമേ ബാക്കിയുള്ളൂ. 4 എണ്ണം 1942 നടന്ന ഒരു എർത്ത് ക്വേക്കിൽ ഫുള്ളായിട്ട് നശിച്ചു പോയി. ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് സെല്ലാണ്. അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സെല്ലുകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന ടവറാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട് ചേർന്നിരിക്കുന്നത്. കാരണം ഈ തടവിൽ കിടക്കുന്ന ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഇവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യൂ ഒരുപക്ഷെ കാലാപാനി എന്ന മൂവിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സാവർക്കറും മറ്റു തടവുപുള്ളികളും ഇവിടെ നിലത്തിരിക്കുകയും മേളിൽ ജയിലറായ ബാരി സംസാരിക്കുന്ന ഒരു വ്യൂ. മലയാളികൾക്ക് പരിചയമായ ഒരു വ്യൂ ആയിരിക്കണം ഇത്. ഈ ജയില് പണിഞ്ഞുകൊണ്ടിരുന്ന കാലം മുതൽ ഏതാണ്ട് 1940 വരെയുള്ള കാലഘട്ടത്തെ ചിത്രങ്ങൾ വെച്ചുള്ള ഒരു ചെറിയ മ്യൂസിയമാണ്. ഇതിനകത്ത് ഞാൻ ചില ഫോട്ടോകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് പണിഞ്ഞുകൊണ്ടിരുന്ന കാലത്തെ പടങ്ങളാണ്. നിങ്ങളിത് നോക്ക്, തടവുകാരെ പണി ചെയ്യിക്കുന്നതാണ്. എല്ലാവരുടെയും കാലിൽ ചങ്ങലയുണ്ട്. ഉണ്ടോ? ഇതാണ് ഇത്. പിന്നെ ഇതൊക്കെ ഈ ദ്വീപിൽ ബ്രിട്ടീഷുകാർ താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ ബംഗ്ലാവുകളാണ്. അവർ ഇവിടൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ ഒരു 10-70ഓളം പടങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഒരു സെല്ല്. ഞാൻ ഇതിനകത്തേക്കൊന്ന് കയറാം. ഇത് ദേശാഭിമാനിയായ സചീന്ദ്രനാഥ് സനിയരാണെന്ന് തോന്നുന്നു ഈ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പടമാണ് ഇത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതാവ്. ഇതിനൊരു ഈ ഓരോ സെല്ലിനും ഒരു 400 മീറ്റർ നീളം, 400 സെൻറ്റിമീറ്റർ നീളം, ഒരു 300 സെൻറ്റിമീറ്റർ വീതി, ഒരു 200 സെൻറ്റിമീറ്റർ ഉയരം. അതിന് മണ്ടലൊരു വെന്റിലേഷനുണ്ട്. ഇതിലാണ് ഇവർ ആഹാരം കഴിക്കുന്നതും മലമൂത്ര വിസർജനം ചെയ്യുന്നതും കിടക്കുന്നതും ഒക്കെ. സാവർക്കറെ പോലുള്ളവർ ഏതാണ്ട് 11 കൊല്ലം ഈ ഇരുട്ട് മുറിക്കകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്, അതിനകത്ത് ലൈറ്റില്ല, ഇരുട്ടാണ്. ഇതിങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ സെല്ലുകളാണ്, ചെറിയ സെല്ലുകൾ. ഇതെല്ലാം ഓരോരോ വിപ്ലവകാരികളും ദേശാഭിമാനികളും കിടന്ന സെല്ലുകളാണ്. എല്ലാത്തിനും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ രക്തം അല്ലെങ്കിൽ വിയർപ്പ് ഇതിൻ്റെ കഥ പറയാൻ സാധിക്കുന്ന സെല്ലുകളാണ് ഇതിൽ ഓരോന്നും. ഇതിൽ ആരൊക്കെയാണ് കിടന്നതെന്ന് എഴുതി വെച്ചിട്ടില്ല, ചിലതിലേ ഉള്ളത്. ഇത് മറ്റൊരു സെല്ലാണ്. ഇങ്ങനെ ഏതാണ്ട് 700ഓളം സെല്ലുകളുണ്ട് ഇതിന് സാവർക്കറിൻ്റെ ഈ മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്ന ജയിൽ ജീവിത കഥയിൽ അദ്ദേഹം പറയുന്നത് ഒരു മാസത്തിലൊരിക്കൽ ഒരു തടവുപുള്ളി വെച്ച് ആത്മഹത്യ ചെയ്യാറുണ്ട്. അത്ര കൊടും ക്രൂരതയായിരുന്നു അവർ ഈ ജയിലിൽ അനുഭവിച്ചത്. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിലായിരുന്നു ആൻഡമാനിലെ ഈ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. ഒരേ സമയം ഏതാണ്ട് 700ഓളം തടവുകാരെ പാർപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജയിലാണിത്. എങ്കിലും അതിനകത്ത് രാഷ്ട്രീയ തടവുകാർ മാത്രമല്ല, വിപ്ലവകാരികൾ മാത്രമല്ല, സാധാരണ ഈ കുറ്റവാളികളും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 200-ലധികം വിപ്ലവകാരികൾ
ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും സെല്ല് എനിക്ക് ഈ പല സെല്ലുകളിലെ ഇത് കാണുമ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു കുറേ നാളുകളായിട്ട് ഈ ഒരു സാവർക്കറെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഇതിനു മുമ്പ് കണ്ട പോലെ തന്നെ ഓർക്കുന്നു. ഇതിൽ ഇന്ദുഭൂഷണൊക്കെ ആത്മഹത്യ ചെയ്തത് ഇതിലേതെങ്കിലും ഒരു ജനാലയിൽ തൂങ്ങിയായിരിക്കണം, പീഡനം സഹിക്കാൻ വയ്യാതെ. അപ്പം ആ ജയിൽ മുറികളൊക്കെ ആയിരിക്കണം ഇതെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു. ഈ പല വളരെ ചെറിയ സെല്ലുകളാണ് ഇതെല്ലാം. ഇത് തടവുപുള്ളികളെ ശിക്ഷിക്കാനുള്ള ഉപകരണങ്ങളിൽ ഒന്നാണ്. ഇപ്പം ഇതിവർ ചെയ്യുന്നത് ഓക്കെ, ഇത് ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒടിഞ്ഞ ഭാഗം താഴെ കിടപ്പുണ്ട്. ഇത് കാല് അതിനകത്തോട്ട് കയറ്റി നിർത്തും, അനങ്ങാനൊക്കത്തില്ല. എന്നിട്ട് ഇതിൽ നെഞ്ച് ചാരി നിർത്തി കൈ മേളിലോട്ട് കുരുക്കിയിടും. എന്നിട്ട് ചില സമയങ്ങളിൽ ശിക്ഷയായിട്ട് ഇങ്ങനെ 2-3 മാസം ഇതേ നിൽപ്പ് തന്നെ നിർത്തും. അല്ലെങ്കിൽ ഇതിൽ നിർത്തി അടിക്കും. ഇത് അടുത്ത 3ാമത്തെ നിലയിൽ കിടന്ന വിപ്ലവകാരികളുടെ ലിസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നോക്ക്, ഈ 3ാമനാണ് വിനായക് ദാമോദർ സവർക്കർ. 2ാമൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സവർക്കർ. ഗണേഷ് ദാമോദർ സവർക്കർ 14 കൊല്ലം സെല്ലുലാർ ജയിലിലുണ്ടായിരുന്നു. വിനായക് ദാമോദർ സവർക്കർ തന്റെ ജീവിതത്തിന്റെ 27 കൊല്ലം ജയിലായിരുന്നു. അതിൽ 11 കൊല്ലം സെല്ലുലാർ ജയിലായിരുന്നു. ഈ ഫ്ലോറിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ളവര്, ഭാരതത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികള്, ഇതിൽ പലരെയും കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആ പേര് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. ബംഗാൾ വിപ്ലവകാരികൾ, സച്ചിന്ദ്രനാഥ് സന്യാൽ ഭഗത് സിംഗിന്റെ കൂട്ടുവിപ്ലവകാരിയായിരുന്നു. ഇതിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരെ കാണത്തില്ല. അവരൊക്കെ കിടന്നിരിക്കുന്നത് കൊട്ടാരങ്ങളിലും പാലസുകളിലുമാണ്. അവർ എ ക്ലാസ് തടവുകളിലായിരുന്നു. ഇവരൊക്കെ അടികെട്ടി സവർക്കറിനെയൊക്കെ ജയിലിനെ ആ വെന്റിലേറ്ററിൽ നിന്ന് കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. 7-8 ദിവസം ഒറ്റ കണ്ടിന്യൂസ്ലി. ഇവിടൊക്കെ വന്ന് അവരൊക്കെ ശ്വസിച്ച വായുവാണെന്ന് ഞാനിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തൊട്ട ഭിത്തികളിലൊക്കെ ആയിരിക്കും ഞാനും തൊടുന്നത്. ഇതാണ് വിനായക് ദാമോദർ സവർക്കർ കിടന്ന സെല്ലുലാർ ജയിലിലെ സെല്ല്. നമ്മള് അദ്ദേഹത്തിന്റെ സെല്ലിന്റെ മുന്നിലുള്ള ഒരു ചെറിയ ഫോട്ടോഗ്രാഫാണ്. നമ്മൾ സെല്ലിലേക്ക് കടക്കുകയാണ്. ധാരാളം ആൾക്കാരിവിടെ വരുന്നുണ്ട്. ഇത് സവർക്കർ ഒരുപക്ഷെ കടന്നിരുന്ന സവർക്കറിന്റെ കമ്പനി പതിപ്പാണ്. എനിക്കതിൽ തൊടാൻ സാധിക്കുന്നതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് അദ്ദേഹം ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഒക്കെയാണ്. നിങ്ങൾ ഈ ചാക്ക് പോലത്തെ ഈ തുണി ഇട്ടുകൊണ്ടാണ് ഇവിടുത്തെ വിപ്ലവകാരൻ കഴിഞ്ഞിരുന്നത്. പണ്ഡിറ്റ് നെഹ്റുവിനെ നിങ്ങൾ കോട്ടോ സ്യൂട്ടിലൊരു റോസാപ്പൂവും ഇല്ലാതെ കണ്ടിട്ടുണ്ടോ? അതാണ് വ്യത്യാസം. സ്വതന്ത്രവീർ വിനായക് ദാമോദർ സവർക്കർ അദ്ദേഹം കടന്ന ജയിലാണിത്. ഇത് മറാത്തിയാണെന്ന് തോന്നുന്നു, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇങ്ങനെയായിരുന്നു അവര് ജയിലിൽ കടന്നിരുന്നത്. നടക്കാൻ ഇങ്ങനെ ചങ്ങല ഇട്ടിരിക്കുന്നതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ സാധ്യമല്ല. ഈ മുറിയുടെ ഭിത്തികളിലാണ് അദ്ദേഹം കമല എന്ന അദ്ദേഹത്തിന്റെ പദ്യവും
സപ്തർഷി എന്ന അദ്ദേഹത്തിൻ്റെ കവിതയൊക്കെ അദ്ദേഹം എഴുതിയിട്ടത്. അതെല്ലാം ബ്രിട്ടീഷുകാർ എഴുതും വൈറ്റ് വാഷ് ചെയ്യും. അദ്ദേഹം പിന്നെ മനസ്സിൽ ഓർത്തിരുന്ന് അദ്ദേഹം ജയിൽ മോചിതനായതിനു ശേഷം പേപ്പറിൽ എഴുതി വെക്കുകയായിരുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ജയിലിൻ്റെ വെളിയിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികൾ പോലും പാടുന്നത് ദേശഭക്തി ഗാനമായിരിക്കണം. ഇത് സവർക്കറിൻ്റെ സെല്ല് കാണാൻ വരുന്ന ആൾക്കാരുടെ ബഹളമാണ്. ഇതിനകത്ത് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്, നിറയെ ആൾക്കാരാണ്. ഇദ്ദേഹത്തിനെയാണ് കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും ആക്ഷേപിക്കുന്നത്. ഈ എല്ലാ ഫ്ലോറിലെയും ഈ തുടക്കത്തിലെ, അതായത് ആദ്യത്തെ സെല്ല് മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ്. അതിന് എനിക്ക് തോന്നിയത് കാരണം ബാക്കിയുള്ളതെല്ലാം ഒരേ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റുമാണ്. പക്ഷേ ഈ അവസാനം ലെഫ്റ്റ് ഔട്ട് സ്പേസ് ആണെന്ന് തോന്നുന്നു ഒരു സെല്ലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സെല്ല് മാത്രം അല്പം വലുതാണ് മറ്റ് സെല്ലിനെ അപേക്ഷിച്ച്. ഈ സെല്ലുലാർ ജയിലിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു വാച്ച് ടവറുണ്ട്. ഈ വാച്ച് ടവറിൻ്റെ 7 സൈഡിലോട്ടുള്ള ടവറുകളായിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇത് ടവർ, ഇതൊന്ന്, ഇത് 2, ഇത് 3. ഈ 3 ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയി. നമ്മൾ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇതുവഴിയാണ് നമ്മൾ ഇടുങ്ങിയ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇതിൻ്റെ വാച്ച് ടവറിൽ ഇവിടെ ഇരുന്നാണ് അവർ ഈ മോണിറ്റർ ചെയ്യുന്നത്. ടവറുകളിലും ചാടിപ്പോകുന്നുണ്ടോ, ഒരു ഓവറോൾ മോണിറ്ററിങ് ഇംഗ്ലീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് ഈ വാച്ച് ടവറിൽ ഇരുന്നുകൊണ്ട്. മറ്റൊരു കാര്യം കാണിക്കാം. നമ്മൾ ഈ കാണുന്നില്ലേ, അതാ മൂന്നാമത്തെ നിലയിലെ റൈറ്റ് മോസ്റ്റ്, അതാണ് സവർക്കറിൻ്റെ സെല്ല്. ആ സെല്ലിൽ നിന്ന് സവർക്കറിന് നോക്കിയാൽ കാണാനൊക്കുന്ന ഒരേ ഒരു കാര്യം ദണ്ട് ഈ താഴെ കാണുന്ന ഇതാണ്. ഈ കാണുന്നത് ഈ ആൾക്കാരെ തൂക്ക് മുറിയാണ്, തൂക്കിക്കൊല്ലുന്ന. അപ്പം തൂക്കുന്നതിന് മുമ്പ് അവരുടെ ലാസ്റ്റ് റൈറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലേസ് ഫോർ ലാസ്റ്റ് റിച്വൽസ് ബിഫോർ എക്സിക്യൂഷൻ. അവരുടെ അവസാനത്തെ ആചാരപ്രകാരം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തിട്ടാണ് ഇവിടുന്ന് നേരെ ഈ മുറിയിലോട്ട് കൊണ്ടുപോയി കാണുന്നത്. ഒരു ദിവസം 80 പേരെ വരെ ഇതിനകത്ത് തൂക്കിയിട്ടുണ്ട്. എല്ലാ മാസവും തൂക്കും. അത് മാത്രമായിരുന്നു വീർ സവർക്കറിന് തൻ്റെ സെല്ലിൽ നിന്നും കാണുവാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു കാഴ്ച. ഇതെവിടെയാണ് വിപ്ലവകാരികളെ തൂക്കി കൊന്നിരുന്നത്. ഇത് വളരെ ചെറിയൊരു മുറിയാണ്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ആ തട്ടാണിത്. ഈ തട്ട് വലിക്കുമ്പോൾ അവർ താഴേക്ക് പോകും. ഒരേ സമയം 3 പേരെ തൂക്കിൽ ഏറ്റുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം ആൾക്കാർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചത് ഈ ഒരു മുറിക്കുള്ളിലാണ്. ഇതൊരു വർക്ക് ഷെഡാണ്. ഇപ്പം ഈ എല്ലാ വിങ്ങിൻ്റെയും, ഇപ്പം 2 വിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതൊരു വിങ്, അതേപോലെ ഇതൊരു വിങ്, ഇത് എല്ലാ 2 വിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു വർക്ക് ഷെഡ് കാണും. ഈ വർക്ക് ഷെഡ് അവർ ഉപയോഗിക്കുന്നത് ഇവരെ പണിയെടുപ്പിക്കാനാണ്. ഈ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഓയിൽ മില്ല്, ഇതിനകത്ത് ഓയിൽ മില്ലുകളുണ്ട്, അതിനകത്ത് പണിയെടുപ്പിക്കും. സാധാരണ ഇന്ത്യയിൽ ഈ മൃഗങ്ങളാണ് ഈ ചക്കാട്ടുന്നത്. ഇവിടെ വിപ്ലവകാരികളാണ് ചക്കാട്ടുന്നത്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഒരു 30 പൗണ്ട് ഓയിൽ എല്ലാ ദിവസവും ആട്ടിയെടുക്കണം. ഇതാണ് ഈ ചക്ക ഇങ്ങനെ കറക്കണം. അതിൻ്റെ ഒരു മോഡലാണ് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഇത് ആട്ടിയാണ് സവർക്കറും മറ്റ് തടവുപുള്ളികളൊക്കെ ഇവിടെ കഴിഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളതാണ് ഈ ഓയിൽ മില്ലിലെ ചക്കാട്ടുന്നത്. അതിൻ്റെ മറ്റൊരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. തേങ്ങ പൊതിക്കുക, ചകിരി ഉണ്ടാക്കുക, അതുപോലെ ഈ ചക്കാട്ടുന്ന ഇതേപോലെ ഈ തോർത്തെടുത്ത് ചക്കാട്ടിക്കും. ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. ഇതാണ് ഓയിൽ മില്ല്. ഇത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ 30 പൗണ്ട് കോട്ട തികച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ചേർത്ത് നിർത്തി അടിയുണ്ട്. ഇത് കാലിങ്ങനെ കെട്ടിയിടും. ഇതിന് ഫ്ലോഗർ ഫ്രെയിമാണിത്. സവർക്കറിനെയൊക്കെ ധാരാളം പ്രാവശ്യം ഇതേപോലെ കെട്ടി നിർത്തി അടിച്ചിട്ടുണ്ട്. ഇത് അടിക്കുന്ന ആളാണ്. ഇത് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ നിർഭാഗ്യവശാൽ ഈ അടി കൊടുക്കുന്നതും അടി കിട്ടുന്നതും ഭാരതീയരാണ്.
അതാണ് അതിൻ്റെ ഒരു ഇത് വിപ്ലവകാരികൾക്ക് ഉടുക്കാൻ കൊടുത്തിരുന്ന വേഷമാണ്, അവരുടെ വേഷം. ഇത് ചാക്കാണ്. ഞാനിതാണ് പറഞ്ഞത്, മഹാത്മാഗാന്ധിയോ നെഹ്റുവോ അടക്കമുള്ള രാഷ്ട്രീയ തടവുകാർ ഇങ്ങനത്തെ ഒരു വേഷവും ഇട്ടിട്ടുണ്ടായിരിക്കും. ഇത് ചാക്കാണ്. ഇതാണ് ഇവരുടെ വേഷം. പിന്നെ ഇതുണ്ട്, അടുത്ത് മറ്റൊരു വേഷം. ഇത് ചങ്ങലയിൽ കുരുക്കിയിട്ടിരിക്കുക, കണ്ടോ? നടക്കാനൊക്കത്തില്ല, കാലും കൈയും ചേർത്ത് ചങ്ങല വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് ചങ്ങലയാണ്. അതേപോലെ മറ്റൊന്ന് ഇത് ക്രോസ് ബാർ ഫെറ്റേഴ്സ്. ഇതിങ്ങനെ ചേർത്ത് കാലുമായിട്ട് കെട്ടിയിരിക്കും. ഇവിടെ മറ്റൊന്ന് 1857 വിപ്ലവത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇവിടേക്ക് ആൻഡമാനിലേക്ക് നാട് കടത്തുകയും ഇവിടെ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത ധീരദേശാഭിമാനികളുടെ ഓർമ്മയ്ക്കായിട്ട് പണിതിരിക്കുന്ന സ്തൂപമാണിത്. ഈ സെല്ലുലാർ ജയിലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കാണാം വീർ സവർക്കർ പാർക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ദൂരെ ഈ ധാരാളം വിപ്ലവകാരികളുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്.